സ്വർണ്ണവില അഞ്ചാം തവണയും ഇടിഞ്ഞു. 10,000 രൂപയുടെ നേട്ടം. ഈ മാസത്തെ കുറഞ്ഞ നിരക്ക് പവന് വില. കൊച്ചി, കേരളത്തിലെ സ്വർണ്ണവില തുടർച്ചയായി കുറയുന്നു. ഇന്ന് ഒരു പവന് 760 രൂപ താഴ്ന്നു. തുടർച്ചയായി അഞ്ചാം തവണയാണ് സ്വർണ്ണവിലയിൽ കുറവ് വരുന്നത്. ഡോളർ സൂചിക ഉയരുന്നതാണ് സ്വർണ്ണവില കുറയാൻ കാരണം. മാർച്ച് മാസത്തിലെ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇന്ന് സ്വർണ്ണവില. ഇനിയും വില കുറയുമെന്നാണ് നിഗമനം. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഡോളറിന് ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. പണപ്പെരുപ്പം വർദ്ധിക്കുമെന്ന ആശങ്കയും സ്വർണ്ണവില കുറയാൻ കാരണമായി. ഇന്ത്യൻ രൂപ മൂക്കുകുത്തി വീഴുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലാണ് രൂപ. ഇന്ത്യൻ രൂപ കരുത്ത് കൂട്ടിയാൽ സ്വർണ്ണവില ഇനിയും ഇടിയും. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞു വരികയാണ്. കേരളത്തിലെ സ്വർണ്ണവില ഗ്രാമിന് 95 രൂപയും പവന് 760 രൂപയുമാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. 22 കാരറ്റ് 1 ഗ്രാമിന് 14,635 രൂപയും പവന് 1,17,080 രൂപയുമാണ് ഇന്നത്തെ വില. അതേസമയം വെള്ളിയുടെ വിലയും ഇടിയുകയാണ്. ഗ്രാമിന് 275 രൂപ എന്ന നിരക്കിലാണ് കേരളത്തിലെ വെള്ളിയുടെ വ്യാപാരം. 10 ഗ്രാമിന് 2,750 രൂപയാണ് നൽകേണ്ടത്. കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കേരളത്തിലെ സ്വർണ്ണവില കുറഞ്ഞു വരികയാണ്. അന്ന് ഗ്രാമിന് 55 രൂപ കുറഞ്ഞു. വ്യാഴാഴ്ച 45 രൂപ കുറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 90 രൂപ കുറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം 50 രൂപ താഴ്ന്നു. ഇന്ന് രാവിലെ 95 രൂപ കുറഞ്ഞു. 22 കാരറ്റിന് സമാനമായ രീതിയിൽ മറ്റു കാരറ്റുകളിലെ വിലയിലും ഇടിവ് വന്നിട്ടുണ്ട്. ഡോളർ കുതിച്ചു, രൂപ ഇടിവില്. കേരളത്തിലെ 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 12,025 രൂപയാണ് ഇന്നത്തെ വില. പവന് 96,200 രൂപയും. 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 9,365 രൂപയും പവന് 74,920 രൂപയുമാണ് നൽകേണ്ടത്. 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,035 രൂപയും 8 ഗ്രാമിന് 48,280 രൂപയും ഇന്ന് നൽകണം. അതേസമയം ആഗോള വിപണിയിലെ ഔൺസ് സ്വർണത്തിന് 5,020 രൂപയാണ് ഇന്നത്തെ വില. കേരളത്തില് ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവന് വില 1,26,920 രൂപയായിരുന്നു. ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇന്നത്തേത്. 9,840 രൂപയുടെ കുറവാണ് ഈ മാസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും വില കുറയുമെന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം. ഡോളർ സൂചിക 100.50 എന്ന നിരക്കിലെത്തിയിട്ടുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 92.60 ഇടിഞ്ഞു. ക്രൂഡ് ഓയിൽ വില വീണ്ടും കുതിക്കാൻ തുടങ്ങി. ബ്രന്റ് ക്രൂഡ് ബാരലിന് $103 ഉയർന്നു. കാർഗിൽ ദ്വീപില് അമേരിക്ക ആക്രമണം നടത്തിയത് ഇറാനുമായുള്ള പോര് ശക്തമാകുമെന്ന സൂചനയാണ്. ഇതോടെ ക്രൂഡ് ഓയിൽ വീണ്ടും കുതിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം കേരളത്തിലെ അടുക്കളയിൽ വരെ എത്തിയ അവസ്ഥയാണിപ്പോൾ.